വ്യവസായി പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂർ ഹാജി കൊലക്കേസിൽ ശനിയാഴ്ച പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കും. 7 പ്രതികളാണ് കേസിലുള്ളത്. ഇതിൽ 5 പേരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പ്രതികൾ വിദേശത്താണ്. ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. Alruba fried chicken masala. Natural herbs, no artificial color, no MS. ഒന്നാം പ്രതി മാങ്ങാട് കൂളിക്കുന്നിൽ താമസിക്കുന്ന ഉവൈസ് എന്ന ഉബൈദ്, 2ാം പ്രതി ഇയാളുടെ ഭാര്യയായ മന്ത്രവാദിനി എന്നും ജിന്നുമ്മയെന്നും അറിയപ്പെടുന്ന ഷെമീന, 3ാം പ്രതി പൂച്ചക്കാട്ടെ അസ്നിഫ, 4ാം പ്രതി മധുർ കൊല്യയിലെ ആയിഷ, 7ാം പ്രതി പൂച്ചക്കാട്ടെ സൈഫുദ്ദീൻ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായ 5 പേർ. ഡിസംബർ 2-നാണ് ആദ്യ 4 പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘത്തലവൻ DCRB DYSP ജോൺസണും സംഘവും അറസ്റ്റു ചെയ്തത്. ഇവർ നൽകിയ മൊഴിയെ തുടർന്നാണ് പിന്നീട് സൈഫുദ്ദീനെ അറസ്റ്റു ചെയ്തത്. 1 മുതൽ 3 വരെ പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമുള്ളവരാണ്. 4ാം പ്രതി തെളിവ് നശിപ്പിക്കുവാനും ഗഫൂർ ഹാജിയുടെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച 596 പവൻ സ്വർണത്തിൽ നിന്നും ഒരു ഭാഗം ബാങ്കുകളിൽ പണയപ്പെടുത്തുവാനും സഹായിച്ച കുറ്റത്തിനാണ് അറസ്റ്റിലായത്. 1 മുതൽ 3 വരെ പ്രതികളും 7ാം പ്രതിയായ പൂച്ചക്കാട്ടെ സൈഫുദ്ദീനും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. 4ാം പ്രതി ആയിഷയ്ക്ക് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. പ്രതികൾ അറസ്റ്റിലായി 90 ദിവസം തികയുന്നതിന് മുൻപാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യപ്രതികൾക്ക് ജാമ്യം കിട്ടുവാൻ സാധ്യത കുറവാണ്. നിരവധി ബാങ്കുകളിൽ പണയപ്പെടുത്തിയ സ്വർണ്ണാഭരണങ്ങളും കാസർകോട്ടെ ജ്വല്ലറികളിൽ വിൽപ്പന നടത്തിയ 117 പവനോളം സ്വർണ്ണാഭരണങ്ങളും പ്രതികൾ ഉപയോഗിച്ച വാഹനങ്ങളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. ഹൊസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ലാണ് കുറ്റപത്രം സമർപ്പിക്കുക. ശനിയാഴ്ചയായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുകയെന്ന് DYSP ജോൺസൺ വെളിപ്പെടുത്തി. അറസ്റ്റിലാകുവാനുള്ള മറ്റ് 2 പ്രതികളെ നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.